ഇപ്പോൾ കെ രമേശ് വാർഡ് മെമ്പർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്തുകൊണ്ട്. ശ്രീ രമേശ്, ഈ അപകടത്തിൽ ഒരാളെ കാണാനില്ല എന്ന വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടുണ്ടോ? അത് ഒരു ആളെ 30 പേരോളമാണ് ഈ വള്ളത്തിൽ യാത്ര ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ കണ്ണൻ എന്ന് പറയുന്ന ഒരാളെ കാണാനുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിപ്പോൾ അതിന് 2 തുരുത്തുകൾ ഈ പ്രദേശത്തുണ്ട്. അതിൽ 2 തുരുത്തുകളിലായിട്ടാണ് വള്ളങ്ങളിൽ ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ ബന്ധപ്പെട്ട ഓരോരുത്തരെയും കണ്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണൻ എന്ന ആൾ ആണോ ഈ പ്രായമായ ഒരാളെന്ന് പറഞ്ഞത്? അതെ, പാണാവള്ളിയിൽ നിന്ന് വന്നതാണ്. ഈ വന്ന വള്ളമാണിത്. ഈ ബാക്കി എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അവരെല്ലാം നീന്തി കയറി കണ്ണൻ എന്ന ഒരാളെ കാണാനില്ല. 29 പേര് വള്ളങ്ങൾ കൊണ്ടുവന്ന് അവരെ വള്ളങ്ങളിലായിട്ട് കൊണ്ടുവരികയും കുറച്ച് പേരെ 20ലധികം പേര് വൈക്കം ആശുപത്രിയിലേക്ക് വരെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ രമേശ്, ഈ പുഴയുടെ സ്വഭാവം ഇപ്പോൾ നമ്മൾ ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുഴയുടെ ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ ഒഴുക്കുണ്ട്, വലിയ തോതിൽ ആഴത്തിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ തിരച്ചിലിനൊരു പ്രതിസന്ധി ഉണ്ടോ? ഒഴുക്കുണ്ട്. കാരണം മൂവാറ്റുപുഴ 6 വേമ്പനാട്ട് കായലും സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്നും ഈ കാട്ടിക്കും തുരുത്തെ ഇത് കഴിഞ്ഞ് പോയിരിക്കുന്നവര് അവിടെ വാളാത്തുമേൽ ഊന്നിപ്പാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഊന്നിക്കുറ്റികൾ നിൽക്കുന്നതിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. കാറ്റാണോ അപകടത്തിനിടയാക്കിയത്? അതെ, കാറ്റാണ്. കാറ്റ് തിരമാലകളും ഉണ്ട്. കാറ്റില് ബന്ധപ്പെട്ട് തിരയുണ്ട്. തിരമാലകളുടെ ഇതിലാണ് വള്ളം മറിഞ്ഞിരിക്കുന്നത്. എന്ത് വെള്ളമായിരുന്നു? ഇത് കെട്ടുവെള്ളമായിരുന്നു. കെട്ടുവെള്ളമായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഈ 30 പേര് അതിൽ കയറുക എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുന്നതിലും ആളുണ്ടായിരുന്നിരിക്കണം അല്ലേ? അത് വള്ളം വലുതായിരുന്നു. നാട്ടുകാരൊക്കെയാണോ ഓടിയെത്തിയതും? നാട്ടുകാരും പരിസരത്തൊക്കെ ഈ വള്ളങ്ങൾ ഉള്ളതും വള്ളങ്ങളിൽ പോകാനും അത്തരം രക്ഷാപ്രവർത്തനം നടത്താനും ഒക്കെ സജീവമായി ഇടപെടാൻ മനസ്സുള്ളവരും ഒക്കെ ആയിരുന്നു. അതൊരു അനുഗ്രഹമായി വന്നിട്ടുണ്ട്. ഈ പാണാവള്ളി കാട്ടിക്കുന്നിലേക്ക് പോകാനുള്ള ഒരു ഏക മാർഗമാണോ ഈ പുഴയുന്നത്? അത് ബോട്ടിൽ വരാം. പെരുമ്പളം കഴിഞ്ഞ് വേണം പാണാവള്ളിക്ക് പോകാൻ. അപ്പോൾ ബോട്ടിൽ വരാം. പക്ഷെ അവർക്ക് ഈ വള്ളത്തിൽ വരുന്നത് വളരെ എളുപ്പം എന്നുള്ള നിലയിൽ അവർ വന്നത് എഞ്ചിൻ വെച്ചല്ലേ വരുന്നത്. എഞ്ചിൻ വെച്ച് ഓടിച്ച് വരുന്നത് വള്ളം. എല്ലാവരും പുരുഷന്മാരായിരുന്നോ? പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. കരയ്ക്ക് കയറിയ ആളുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയുണ്ട്? മറ്റ് കുഴപ്പമില്ല. അതിൻ്റെ ഒരു പ്രയാസം മറ്റു കാര്യങ്ങളുള്ള അത്യാവശ്യമുള്ള കുറച്ച് പേര് മാറ്റിയിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരൊക്കെ അപ്പുറത്തെ തുരുത്തിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി ഓരോരുത്തർ ആരൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ആശുപത്രിയിലേക്ക് എത്ര പേരെ മാറ്റി? 20ലധികം പേരെ അങ്ങോട്ട് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താലൂക്ക് ആശുപത്രിയാണല്ലേ? എനിക്ക് കിഴക്കേ തുരുത്തിൽ നിന്ന് കാട്ടിക്കും തുരുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ഈ കണ്ണന് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഇപ്പോൾ എത്ര യൂണിറ്റ്? അതെ അതെ അതെ. പിന്നെ ഫയർഫോഴ്സിന്റെ ബോട്ടും അതിനോടൊപ്പം തന്നെ 3-4 വള്ളങ്ങളും ഒക്കെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. കാറ്റൊരു പ്രതിസന്ധിയാണോ? കാറ്റ് ഉണ്ട്. എന്നാലും കാറ്റുണ്ടെങ്കിൽ പോലും ഇതില് ഈ ബോട്ടും മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയും. ശരി, വളരെയധികം നന്ദി. രമേശ് വാർഡ് മെമ്പറാണ് നമ്മോട് പ്രതികരിച്ചത്. ഇപ്പോൾ പുഴയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നല്ല ആഴത്തിലുള്ള പുഴയാണ്. മഴ സമയമായതുകൊണ്ട് വെള്ളം കൂടുതലായി പൊങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതുവഴിയാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നത്. രക്ഷപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ബോട്ടിൽ കരയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. പലരും ഓടി കയറുകയായിരുന്നു. പക്ഷേ അപകടത്തിൽ ഒരാളെ കാണാനില്ല. കണ്ണൻ എന്ന പേരാണ് ആ വ്യക്തിയുടേത്. പ്രായം ഉള്ള ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ആശ്വാസകരമായി വാർത്ത തന്നെ വരട്ടെ. കാരണം അതീവ ആഴത്തിലുള്ള ഒരു പുഴയാണ്. മുറിഞ്ഞ പുഴ എന്നാണ്. പാണാവള്ളിയിൽ നിന്നും വന്ന സംഘമാണ്. 10-25-ലേറെ 30ഓളം ആളുകൾ ഈ വള്ളത്തിൽ സഞ്ചരിച്ചു. കെട്ടുവെള്ളം എന്നാണ് പ്രദേശവാസിയായിട്ടുള്ള വ്യക്തി വാർഡ്
മെമ്പറൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വലിയ വള്ളമായിരുന്നു, പക്ഷേ 30ഓളം ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. ശക്തമായ കാറ്റ് വീശി, അതുകൊണ്ട് തന്നെ അപകടം സംഭവിച്ചു. കരയിൽ നിന്നും വലിയ ദൂരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ആശങ്ക ഒഴിവായി. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് നേരത്തെ അറിയിപ്പ് വന്നു. പക്ഷേ ഇപ്പോൾ ഒരാളെ കാണാനില്ല. കണ്ണൻ എന്നാണ് പേര് എന്നാണ് പറയുന്നത്. പ്രദേശവാസികളുടെയൊക്കെ തന്നെ പ്രതികരണമാണ്. പോലീസ് അതേ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനി കൂടുതലായി അന്വേഷിക്കണം. കണ്ണൻ എന്ന ആൾ മറ്റെവിടെയെങ്കിലും കയറിപ്പോയിട്ടുണ്ടോ, അതല്ല മറ്റ് ആശങ്കയ്ക്ക് ഇട നൽകുന്ന രീതിയിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത്. ആംബുലൻസിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ആളുകളെയും അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വൈക്കം താലൂക്ക് ആശുപത്രിയാണ് ഏറ്റവും അടുത്തുള്ള ആശുപത്രി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്ക് ആളുകളെ കൊണ്ടുപോയി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ. ആംബുലൻസ് നിരനിരയായി കിടക്കുന്നുണ്ട്. കൂടുതൽ ഇപ്പോൾ നമ്മുടെ ക്യാമറ ജോയ്സിയാറാണ് ആദ്യമായിട്ട് ഇപ്പോൾ അവിടെ എത്തി ദൃശ്യങ്ങൾ, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ ജോയ്സിയാർ അവിടേക്ക് ആദ്യം എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പകർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിവേഗം അവിടേക്ക് എത്തുക, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുക. രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ തത്സമയം മാതൃഭൂമി ന്യൂസ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ആംബുലൻസിൻ്റെ നിരനിരയായിട്ടുള്ള ആംബുലൻസിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരവധി ആളുകൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പ്രദേശവാസികളാണ് ആദ്യം ഓടിയെത്തുന്നത്. അങ്ങനെ ഈ സംഭവത്തിലും പ്രദേശവാസികൾ ആദ്യം തന്നെ ഓടിയെത്തി രക്ഷാകരം നീട്ടി. അങ്ങനെ പലരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. കൂടുതൽ ആളുകളെയും കരയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം ഒരാളെ കാണാനില്ല എന്നുള്ളതാണ്. അത് കണ്ണൻ എന്ന പേരുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കണ്ണൻ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അതിലുള്ള തത്സമയ ദൃശ്യങ്ങൾ, ആ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നിരവധി ആളുകൾ അവിടുത്തെ പുഴയുടെയൊക്കെ സ്വഭാവം അനുസരിച്ചറിയാം. വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്ന സമീപ പ്രദേശങ്ങളാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ പുഴ, മുറിഞ്ഞ പുഴയ്ക്ക് അടിയൊഴുക്ക് വളരെ ശക്തമാണ്. കാറ്റടിക്കുന്നുണ്ട്. കാറ്റിൽ തന്നെ നമുക്ക് നല്ല തിരയിളക്കം കാണാൻ കഴിയുന്നുണ്ട്. ഈ കാട്ടിക്കുന്ന് പ്രദേശത്തേക്ക് പാണാവള്ളിയിൽ നിന്നും വന്ന ഒരു ത്തിന് പോയ ആളുകളാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. വള്ളം, ആ കെട്ടുവള്ളത്തിൽ കയറിയ ആളുകളാണ് അപകടത്തിൽപ്പെടുന്നത്. 30ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്, ദൃക്സാക്ഷികൾ പറയുന്നത്. കൂടുതൽ ആളുകളെയും അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. രക്ഷപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതി വലിയ ആശങ്കപ്പെടുത്തുന്നതൊന്നും അല്ല. പക്ഷേ പ്രാഥമികമായിട്ട് ആ വീണതിൻ്റെയും അല്ലെങ്കിൽ കരയ്ക്ക് കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അത് കൊണ്ട് തന്നെയാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. 20ഓളം ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ആളുകൾ ആ കരയിൽ തന്നെ നിന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളെന്ന് സംശയിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിനൊപ്പം തന്നെ അവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് അവർ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വിൻഡോയിൽ കാണിക്കുന്നത് അവിടെ ഉള്ള തിരച്ചിലിൻ്റെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് കാണിക്കുന്നത്. മറ്റൊന്ന് ദൃശ്യത്തിൽ തത്സമയ ദൃശ്യങ്ങൾ അവിടുത്തെ പ്രദേശത്തെ ഒരു സ്വഭാവമൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരു ഗ്രാമപ്രദേശമാണ്. ഈ പുഴ ഒരു ആശ്രയമായി മാറിയിരുന്നു. ഈ പുഴയിലൂടെയാണ് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കട്ടിക്കുന്ന് മേഖലയിൽ നിന്നും ഇവിടേക്ക് പാണാവള്ളിയിലേക്കൊക്കെ തന്നെ സഞ്ചരിക്കാൻ കഴിയുന്ന എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ വള്ളം വഴി പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഈ മരണ വീട്ടിലേക്ക് ഈ ആളുകൾ 30 പേർ പോയത്. ആ 30 പേർ പോയ ആ കെട്ടുവള്ളമാണ് മറിഞ്ഞത്. ആ മറിഞ്ഞ ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന സ്ഥിരീകരണമാണ് നേരത്തെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി വൈക്കം പോലീസ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ പ്രദേശവാസികൾ, അവിടെ സഞ്ചരിച്ച ആളുകൾ, അവർക്കൊപ്പമുണ്ടായിരുന്ന ആളുകൾ ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്ന ആളുകളൊക്കെ പറയുന്നത് ഒരാളെ കൂടി കാണാനില്ല എന്നൊരു സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. കണ്ണൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഈ പാണാവള്ളിയിൽ നിന്നും വന്ന ഈ ആളുകൾക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരാൾ കണ്ണൻ എന്ന ആളായിരുന്നു. ആ കണ്ണൻ എന്ന ആളെ കാണാനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിക്കാൻ പാകത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ക്യാമറമാൻ ആ സ്ഥലത്തേക്ക് എത്തി അവിടെയുള്ള ദൃശ്യങ്ങൾ, ഇനിയുള്ള പ്രതികരണങ്ങൾ, ദൃക്സാക്ഷികളുടെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വലിയ ഒരു അപകടം അത് ഒഴിഞ്ഞു. വലിയ അപകടമാണ്. 30 പേരെന്ന് പറയുമ്പോൾ മറ്റൊരു ദുരന്തം സംഭവിക്കാതിരുന്നത് മഹാഭാഗ്യം.